വലിയ കൂനമ്പായിക്കുളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാരിപ്പള്ളിയിലാണുള്ളത്. ഇവിടെ ഞങ്ങൾ എത്താൻ കാരണമെന്ന് പറഞ്ഞാൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ എത്തിച്ചിട്ടുള്ള ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ഡ്രോൺ AI റോബോട്ടിക് സിസ്റ്റം, അതിന് വരുന്ന ട്രെയിനിങ് കൊടുക്കുന്നു. വിവിധ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ എത്തിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിവിടെ വലിയൊരു കബഡി ടൂർണമെൻറ്റ് നടക്കാൻ പോവുകയാണ്. വിവിധ കോളേജുകളിൽ നിന്നെത്തിയ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന കബഡി ടൂർണമെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ ഒരു എക്സാമിനേഷൻ കൂടി നടക്കുന്നുണ്ട്. ഇങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രോൺ ഡെലിവറി സിസ്റ്റത്തിനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങ് നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയ്ക്കും തിരുവനന്തപുരം ജില്ലയ്ക്കും ഇടയിലുള്ള പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കൂനമ്പായിക്കുളം കോളേജിൽ ഈ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കൊടുക്കുന്ന കോഴ്സ് ഇവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു കോളേജിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോളേജിലെ സ്റ്റുഡൻസ് മാത്രമല്ല, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ എത്തുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ നടത്തി വരുന്ന കുറേ ക്യാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ മറ്റ് കോളേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു ക്ലാസ്സിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഡ്രോൺ ലൈറ്റ് ഷോ ഉണ്ട്. ഡ്രോൺ വെച്ച് 3D സർവേ ചെയ്യുന്നുണ്ട്. ശരിക്കും മാനുവലി സർവേ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഡ്രോൺ വെച്ച് നിസ്സാരമായിട്ട് വിത്തിൻ 1 hour നമുക്ക് സർവേ ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ നമ്മൾ പറയുന്നത് വീഡിയോഗ്രാഫി അല്ല. ഒരാളെ ഇപ്പോൾ ഒരു വലിയൊരു സ്പേസിൽ കാണാനില്ല, രാത്രിയാണ് നമുക്ക് തെർമൽ ക്യാമറ വെച്ച് ആളെ കണ്ടെത്താം. ഒരുപാട് ഹ്യൂജ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ഡ്രോൺ ടെക്നോളജിക്കുള്ളത്. സ്റ്റുഡൻസിന് ഡ്രോൺ ടെക്നോളജി ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. ബട്ട് എനിക്ക് അവർക്ക് അതിന് ഫോഴ്സ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു പഠിക്കാൻ പലപ്പോഴും. ശരിക്കും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇനിയത്തെ റെവല്യൂഷൻ ഡ്രോണിലാണ്. നമ്മൾ ഡ്രോൺ ടെക്നോളജിയെ കുറിച്ച് പഠിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് കുട്ടികൾ പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ്. അതൊരു ഒരു ഡ്രോണിനകത്ത് റൂൾസ് ഫോളോ ചെയ്തതായിരുന്നു. ശരിക്കും ഡ്രോണിലേക്ക് എത്തിയെന്ന് വെച്ചാൽ എനിക്ക് പറക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനിഷ്യലി RC പ്ലെയിനിലാണ് തുടങ്ങിയത്. RC പ്ലെയിനിൽ നിന്ന് പിന്നെ ഡ്രോണിലേക്ക് വരാൻ കാര്യം കോമ്പാക്റ്റബിൾ ആണ്, ഈസി ടു മേക്ക് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഇപ്പോൾ ഒരു ആൽമോസ്റ്റ് 6 yearsന് മുകളിലായിട്ട് ഡ്രോൺ ചെയ്യുന്നത്. എൻ്റെ പേര് സൂരജ് കൃഷ്ണ എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന VKFT കോളേജ് ഇവിടുത്തെ സ്റ്റാഫുമായിരുന്നു. സത്യം പറഞ്ഞാൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. കാര്യം ശരിക്കും എനിക്ക് ഈ ഒരു ഡ്രോണിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. ലൈക്ക് ഈവൻ എൻ്റെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സിൻ്റെ കോളേജ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കോളേജിന് അതിൻ്റെ ഒരു ഹ്യൂജ് പാർട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണ് പണ്ട് നമുക്ക് ആദ്യമൊക്കെ അറിയാവുന്ന പോലെ ഈ ക്യാമറ പർപ്പസ് മാത്രമാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഡെലിവറിക്ക് വരെ എത്തി നിൽക്കുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഡെലിവറി സിസ്റ്റത്തിന് അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ തന്നെ നമ്മളിവിടെ ഇത് ആരംഭിച്ചു, അതിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു അല്ലേ? നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സൈലൻറ്റ് റെവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അവർ സ്റ്റുഡൻറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് ദാറ്റ്. ഈ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ വേരിയസ് ക്ലബ്ബ് ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു ഡ്രോൺ ക്ലബ്ബുണ്ട്, റോബോട്ടിക്സ് ക്ലബ്ബുണ്ട്. അപ്പോൾ അതിൽ കൂടെ കുട്ടികളെ സ്കിൽ ബേസ്ഡ് ആക്കുക, സ്കിൽ ഡെവലപ്പ് ആക്കുക. മീൻസ് റാദർ ദാൻ ദിസ് കരിക്കുലം യൂണിവേഴ്സിറ്റി കരിക്കുലം കൂടാതെ തന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ കൂടെ സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് അവർ അലുമിനി ഈസ് ഹാവിങ് എ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ. സോ അത് മാക്സിമം ഇപ്പോൾ ഉള്ള തലമുറയിലേക്ക് കൂടെ എത്തിക്കുക. സോ ഈ വരാൻ പോകുന്ന ഒരു റെവല്യൂഷനെ നമ്മുടെ സ്റ്റുഡൻസിനെ പാർട്ടാക്കാനായിട്ട് അവരെ എക്യുപ്പാക്കുക. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ നെയിം ആൻഡ് ഫെയിം ബിക്കോസ് ഓഫ് ദാറ്റ് സോ മെനി എഞ്ചിനീയറിംഗ് കോളേജ് ആർ റിക്വസ്റ്റിംഗ് ആസ് ടു വിസിറ്റ് അവർ ക്യാമ്പസ് ആൻഡ് സീ ഓൾ ദീസ് ഫെസിലിറ്റീസ്. സോ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മറ്റു ക്യാമ്പസിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള നോളജ്, നമ്മൾ നേടിയിരിക്കുന്ന നോളജ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈവൻ ദിസ് ക്രെഡിറ്റ് ഗോസ് ടു അവർ സ്റ്റുഡൻസ് ബിക്കോസ് ദേ ആർ റെഡി ടു ടേക്ക് ദാറ്റ് ചലഞ്ച്. സോ ആ ചലഞ്ച് അവർ ഏറ്റെടുത്തിട്ട് അവരും ഈ മാറുന്ന റെവല്യൂഷന് വേണ്ടിയിട്ട് പാർട്ടായിട്ട് പുതിയ ടെക്നോളജീസ് കൊണ്ടുവരട്ടെ, പുതിയ ഡ്രോൺസ് കൊണ്ടുവരട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഡ്രോൺ കൾച്ചർ നമുക്ക് ഇന്ത്യയിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് വലിയൊരു സ്കോപ്പാണ് നമുക്കുള്ളത്. സോ അവരും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വളർന്നു വരട്ടെ. സോ വി ആർ ഡൂയിങ് വാട്ട് എവർ ഇറ്റ്സ് പോസിബിൾ. അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്ന് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും
ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് ദം ഗെറ്റ് ബെനിഫിറ്റ്. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ സൂരജാണ് ഇപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റുമാണ്. അതെ, നമുക്ക് എന്തായാലും ബിക്കോസ് ഓഫ് ദീസ് വേരിയസ് ആക്ടിവിറ്റീസ് നമുക്ക് വർഷാവർഷം നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് 100% ആണ്, നമ്മുടെ റിസൾട്ടും 100% ആണ്. സോ അതിൽ ഒരാളാണ് നമ്മുടെ ഒരു സൂരജും. സോ വി ആർ വെരി പ്രൗഡ് ദാറ്റ് അവർ സ്റ്റുഡൻറ്റ് ഈസ് ഹാവിങ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. സോ വി ആർ യൂട്ടിലൈസിങ് ഹിം ആക്ച്വലി. അവർക്ക് പുതിയൊരു തലമുറയിലേക്ക് എങ്ങനെ ഇതെല്ലാം എത്തിക്കാം എന്നാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ബോയ്സ് മാത്രമല്ല, ഗേൾസും ഈ മേഖലയിലോട്ട് കടന്നെത്തിയിരിക്കും. നമുക്കിപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രൗഡായിട്ടുള്ള സ്റ്റുഡൻ്റാണ് സൂരജ് എന്ന് പറയുന്നത്. നമുക്കിപ്പം കുട്ടികൾ അത്രത്തോളം എൻഡ്യൂസിയസ്റ്റിക് ആയിരിക്കണം ഈ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റ്. പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മൾ തിയറിറ്റിക്കലാണ്, അതെങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം, ആ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് വേണം. സൂരജ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ടൈം തൊട്ടേ അവൻ കുറച്ചുകൂടെ ഇന്നോവേറ്റീവാണ്, അതിൻ്റെ പിന്നായിട്ട് കുറച്ചുകൂടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എങ്ങനെ അത് ആപ്ലിക്കബിൾ ആക്കാം, ഇപ്പം ഏതൊക്കെ രീതിയിൽ അത് ആപ്ലിക്കബിൾ ആണ്, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഗേൾസ് നല്ല രീതിയിൽ ടെക്നിക്കൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മിസൈൽ വുമൺ ആണെങ്കിലും എല്ലാ ഏരിയയിലും ഗേൾസ് ലീഡിങ് റോളിൽ വരുന്നുണ്ട്. ഇപ്പം ഇസ്രോടെ ആണെങ്കിലും മോംസ് ആ ഒരു മിഷൻ എല്ലാം ലേഡീസ് ഓൺലി മിഷൻ ആയിരുന്നുണ്ടോ അതൊക്കെ. അപ്പോൾ നമ്മുടെ ഗേൾസും അത്രത്തോളം സ്ട്രോങ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. നല്ല ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. ഡ്രോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ അറിയാൻ പറ്റും. നല്ലപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് ചേട്ടൻ. ചേട്ടൻ ഇവിടെ പഠിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ഇതിന് മുന്നേ ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. On behalf of Danish Army for Technology, we are arranging a industry seat with AE Robotics Innovation Private Limited. We currently studying third-year students, robotics and automation students. The delegates deliver the lecture about the drone technology. In future, we will inaugurate the innovation center in our campus. Thank you. KCT കോളേജിൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. കബഡി ടൂർണമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മളൊപ്പം ഇപ്പോൾ ഈ കോളേജിൻ്റെ ഒരു പ്രതിനിധി ചേരുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ഉൾപ്പെടുന്ന കോളേജാണ് വന്നേക്കുന്നത്. അതിൽ മെൻ പുരുഷ വിഭാഗത്തിൽ ഏകദേശം 12 ടീമുകളും വനിതാ വിഭാഗത്തിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ KT തുടങ്ങിയതിന് ശേഷം തുടർച്ചയായിട്ട് നമ്മുടെ കോളേജിൽ തന്നെയാണ് ഓർഗനൈസേഷൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. വളരെ വാശിയേറിയ മത്സരങ്ങളാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർ അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അപ്പോൾ മറ്റു കോളേജുകളിലെ സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ തോൽപ്പിക്കുന്ന പരിപാടിയാണോ? അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി ഈക്വൽ ചാൻസാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് അസോസിയേഷൻ്റെ കബഡി അസോസിയേഷൻ്റെ ആൾക്കാരാണ് വിസിൽ ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ 6 സോണിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഒരു സോണാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ 21-22 എറണാകുളത്ത് നടക്കുന്ന ഇന്റർ സോണിലേക്കുള്ള ടീമാണ് ഇവിടുന്ന് സെലക്ട് ആയി പോകുന്നത്. ഇവിടുന്ന് ജയിക്കുന്ന ഫസ്റ്റും സെക്കൻഡുമാണ് അവിടേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അവിടുന്ന് നമ്മുടെ KTUവിൻ്റെ ടീം യൂണിവേഴ്സിറ്റി ലെവലിൽ ഓൾ ഇന്ത്യ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷനെ പറ്റി പറയാമോ? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം? അത് നമുക്ക് 3 ഷിഫ്റ്റായിട്ടാണ് നടക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട്. അതായത് നമുക്കിപ്പം 1 വീക്കായി സ്റ്റാർട്ട് ചെയ്തിട്ട് 26 വരെ ഉണ്ട്. അതിപ്പോൾ CGL ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇനി അതിൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ട്, 10th ലെവലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സ്റ്റാഫ് സെലക്ഷൻ എക്സാമിനേഷൻ ഇന്ന് വലിയ കുരമ്പായിക്കുള്ള കോളേജിൽ വെച്ച് നടക്കുക. ഒരുപാട് പേര് ഈ എക്സാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ എക്സാം സെൻറ്ററിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാവനാട് ഇവിടെ. ഓക്കെ, എക്സാം കഴിഞ്ഞോ? വെയിറ്റ് ചെയ്യാനാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു സെൻറ്ററിലേക്ക് എത്തിയത്? അതായത് ഈ സെൻറ്ററാണോ നിങ്ങൾക്ക് കിട്ടിയത്? അതെ, ഇവിടെ കൊല്ലമാണ് കൊടുത്തത്, ഇവിടേക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കോളേജിൽ നേരത്തെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരണല്ലേ? ഇപ്പോൾ എക്സാം കഴിഞ്ഞോ? എങ്ങനെ പ്രിപ്പറേഷനിലാണോ? ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എക്സാം കഴിഞ്ഞായിരുന്നോ? എങ്ങനെയുണ്ട്? പ്രിപ്പയർഡ് ചെയ്യോ? നന്നായിട്ട് പ്രിപ്പയർഡാണോ? ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എവിടെ നിന്നാണ് വരുന്നത്? കായംകുളത്ത് നിന്നാണ്. ഇവിടെയാണ് സെൻറ്റർ കിട്ടിയതല്ലേ?